ഗോപി സുന്ദർ. പേര് കേട്ടില്ലേ? ഗോപി സുന്ദർ നല്ല പേരല്ലേ? കോപ്പി സുന്ദർ എന്നാണ് പുള്ളിക്കാരൻ പണ്ടുള്ള ആൾക്കാർ വിളിച്ചുകൊണ്ടിരുന്നത്. ഏത് പാട്ടെടുത്തു കഴിഞ്ഞാലും പുള്ളി ഏതെങ്കിലും ഒക്കെ പാട്ടിൽ നിന്ന് കോപ്പി അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിന് പുള്ളിക്കാരൻ തന്നെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ബേസിക്കലി സംഗീതം പഠിച്ച ഒരാളാണ്, കുറച്ച് സംഗീതം ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പുള്ളിക്കാരൻ പറയുന്നത് പെട്ടെന്ന് കണക്ട് ആകും. അതായത് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 100 ട്യൂൺ ഒരു സംവിധായകനെ കേൾപ്പിച്ചാലും ആ സംവിധായകൻ പറയും ആ സിനിമയിലെ മറ്റേ പാട്ടില്ലേ അതുപോലെ ഇത് പറഞ്ഞു, എന്നാ പിന്നെ അത് തന്നെ കോപ്പി അടിച്ചു തരാന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയില്ല. സീരിയസ്ലി അല്ല, അത് ഈ ഗോപി സുന്ദർ പറഞ്ഞ ഒരു കാര്യം ശരി. കാരണം പണ്ട് മ്യൂസിക് ചെയ്യുമ്പോഴും പല ഡയറക്ടർമാരും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ അതായത് കൊടുത്തിട്ട് പറയാം എനിക്ക് ഈ ഹിന്ദി പാട്ട് പോലെ ഒരു പാട്ട് വേണം, പാട്ട് തന്നെ വേണം. അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ രാംദാസ്, നമ്മുടെ വെണ്ണില ചന്ദനക്കിണ്ണം. പുള്ളി പറയും ലാ 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 ഇതുപോലെ ഇടാൻ പറയുമ്പോ അപ്പുറത്താളെ അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അവസാനം മ്യൂസിക് ഡയറക്ടർമാർ നിർബന്ധിതരാകുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഗോപി സുന്ദറിനും അറിയാം, പ്രൊഡ്യൂസറിനും അറിയാം, സിനിമ ഇൻഡസ്ട്രിയിൽ മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഈ പുറത്ത് നിന്ന് ഇതിനെ നോക്കി കാണുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മളെ ടോക്ക് തന്നെ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ധാരണയുണ്ട്. നമ്മൾ ആ ടോക്കിന് മുമ്പ് നമ്മളൊന്ന് ഇരിക്കും, ഒന്ന് ജാം ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ ഇത് പറയേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രേക്ഷകരിലേക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ പല ആൾക്കാരുമായിട്ട് ടോക്കിനിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ കയ്യിൽ സ്റ്റഫ് ഒന്നുമില്ല എന്ന് ചിലപ്പോൾ എനിക്ക് അറിയാമായിരിക്കും. ഞാൻ പറയും നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. അങ്ങനെ ഞാൻ അത് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പുള്ളി പറയാൻ പോകുന്നത് എന്താണ്, എന്തോ പ്രേക്ഷകൻ അപ്പൊ തന്നെ സ്കിപ്പ് അടിച്ചു പോകും പറയാൻ പോകുന്ന കാര്യം. അപ്പൊ തന്നെ ഞാൻ അതിന്റെ ഇടയിൽ കയറി ഇടപെട്ടിട്ട് ഞാൻ അത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലോ ചോദിക്കുമ്പോൾ താഴെ കമന്റ് പറയും, നീ ഉണ്ടാക്കിയടാ അപ്പുറത്തിരിക്കുന്ന ആൾ പറയട്ടെ, നീ ചോദ്യം ചോദിച്ചാൽ മാത്രം മതി എന്നൊക്കെ പറയും. അങ്ങനെ പ്രേക്ഷകർക്ക് എന്താണ് ഏതാണെന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു ധാരണയില്ല. അവർക്ക് വരിക, അവർക്ക് കമന്റ് അടിക്കുക, അവർക്ക് പോവുക, ഇത് മാത്രമാണ്. അതുപോലെയാണ് ഗോപി സുന്ദറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മ്യൂസിക്കിനെ കുറിച്ചല്ല നമ്മൾ പറയാൻ. ആളുകൾ വിചാരിക്കും ഇദ്ദേഹത്തിന് എന്തോ അവാർഡ് കിട്ടി അതിനെ കുറിച്ച് അഭിനന്ദിച്ച് പറയാൻ പോവാണ്. അങ്ങനല്ല. ഗോപി സുന്ദറിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ഗോപി സുന്ദറിനെ പോലെയൊക്കെ ജീവിക്കണമെന്ന് ധനുഷിന് ആഗ്രഹമുണ്ട്. എനിക്കങ്ങനെ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം. പല ആൾക്കാർക്കും പല ലൈഫ് സ്റ്റൈൽ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ. അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റൈലിനോട് നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പല ആൾക്കാർ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് ജീവിക്കാൻ ആഗ്രഹമില്ലേ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഞാൻ പണ്ട് ഇതുപോലെ ചിന്തിച്ച് നടന്ന സമയത്ത് എൻ്റെ ഒരു സ്പിരിച്വൽ ഗുരുവുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് വിശപ്പ് ആണ് നമ്മുടെ മുമ്പിൽ, സാമ്രാജ്യം അങ്ങ് ദൂരെയാണെന്ന് പറയും. മനസ്സിലായില്ലേ? വിശപ്പ് നമ്മുടെ മുമ്പിലുണ്ട്, സാമ്രാജ്യം ദൂരെയാണ്. ഇപ്പൊ മൈക്കിൾ ജാക്സൺ ജീവിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. സ്വാഭാവികമായിട്ടും എനിക്ക് പറ്റില്ല. അപ്പോ മൈക്കിൾ ജാക്സനെ പോലെ ആകണം എന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു കോമാളിയായി പോകുന്നത്, എൻ്റെ ജീവിതം നശിച്ചു പോകുന്നത്. അതേസമയം മൈക്കിൾ ജാക്സനെ പോലെ ആകണം എന്ന് കരുതി ജീവിക്കാതെ എൻ്റെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് വർക്കൗട്ട് ആവും? 1ാം ക്ലാസ് കഴിഞ്ഞാൽ 2ാം ക്ലാസ് വർക്കൗട്ട് ആവും. 1ാം ക്ലാസ് കഴിഞ്ഞ് MBBS പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആവും? പറ്റില്ല. 2ാം ക്ലാസ് പഠിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. സമയമെടുക്കും, ക്ഷമ വേണം. അങ്ങനെ 10ാം ക്ലാസ് പഠിച്ചാലേ +1 പോകാൻ പറ്റൂ, അത് കഴിഞ്ഞാലേ എൻട്രൻസ് എഴുതാൻ പറ്റൂ, അത് കഴിഞ്ഞാലേ MBBS കിട്ടാൻ പറ്റൂ. MBBS എഴുതിയാൽ മാത്രം പോരാ. MBBS എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സർജന്റെ ട്രെയിനി ആയിട്ട് പോകണം. എന്താണ് എടുക്കേണ്ട? MBBS MD എടുക്കണോ, സർജറി ആണോ, ഏതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യണം. അതിൽ അഗ്രഗണ്യനായി മാറണമെങ്കിൽ സമയമെടുക്കും. അല്ലാതെ 1ാം ക്ലാസ്സിൽ തന്നെ എനിക്ക് അത് വേണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്, എനിക്ക് അതിൽ തുടരാനാണ് ആഗ്രഹം. പക്ഷെ പല ആൾക്കാർക്കും ഈ ലൈഫ് സ്റ്റൈലിനോടൊക്കെ വലിയ പ്രിയം തോന്നുന്നത് അതൊരു വിസ്മയ ലോകം എന്നൊക്കെ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മുടെ കയ്യിലെല്ലാം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്. ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലോട്ടൊന്നും നമ്മൾ അധികം കടന്നു കയറുന്നില്ല. പക്ഷെ നമുക്ക് ആരുടെയും വ്യക്തി ജീവിതത്തിൽ കടന്നു കയറേണ്ട കാര്യമില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു രീതി, ഇദ്ദേഹം എന്നും വാർത്തകൾ, എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ ക്രാഫ്റ്റ് എന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ ഈ വ്യക്തി ജീവിതത്തിലെ ചില സംഭവങ്ങൾ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്നും വാർത്തകൾ നിറഞ്ഞത്. അതായത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് എന്നും ഒരു കണ്ടന്റ് ആണ് ഇദ്ദേഹം, അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ആരുടെയെങ്കിലും ഇന്നിപ്പോ കാണുന്ന ഒരാളുടെ കൂടെ അല്ല അദ്ദേഹത്തിന് അടുത്ത ദിവസം വരുന്ന ഒരു ഫോട്ടോ. അപ്പോൾ എന്താണ്, ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചോ, അയാൾ ഉപേക്ഷിച്ചോ? അപ്പോൾ ആദ്യത്തെ ഭാര്യയുടെ കമന്റ് ചോദിക്കുന്നു, അവരുടെ അഭിപ്രായം കേൾക്കുന്നു. അപ്പോൾ അമൃത സുരേഷ് വരുന്നു, അപ്പോൾ ബാല വരുന്നു. അപ്പോൾ എത്ര കണ്ടന്റ് ആയെന്ന് നോക്കി. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അത്തരം ആളുകൾക്ക് താഴെ കമന്റ് വരും, നമ്മൾ വാർത്താ ചാനൽ, നമ്മളതല്ല. നമുക്ക് അങ്ങനെ ആരെയും അപകസിച്ച് അല്ലെങ്കിൽ ആരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറിയിട്ടല്ലല്ലോ നമ്മൾ വാർത്തകൾ ആണ് നമ്മൾ സംസാരിക്കുന്നത്. ആ വാർത്തകൾ അധിഷ്ഠിതമായിട്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ
പിന്നെ വിറ്റ് ജീവിക്കുകയല്ലേ ഇദ്ദേഹത്തിൻ്റെ ഈ അല്ല, എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, അയാൾ എന്തോ ചെയ്യട്ടെ, നിനക്ക് തിന്നാനുള്ള അരി വീട്ടിലുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്ക് തിന്നാനുള്ള അരി വീട്ടിലുണ്ടോ? ആണ് ഈ കമന്റ് അടിക്കുന്ന നേരം കൊണ്ട് ഒന്നെങ്കിൽ ഒരു തുമ്പ എടുത്ത് 2 വാഴ നട്, ഒരുപോലെ പഴമെങ്കിലും കിട്ടും, മനസ്സിലായില്ലേ? വീട്ടുകാർക്ക് ഇത്തിരി ഉപകാരമെങ്കിലും വിടും. അത് മാത്രമേ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളൂ. അപ്പൊ ചിലർ പറയും തന്ത വൈബാണെന്ന് പറയും. ഈ തന്ത വൈബിലോട്ട് നിങ്ങളൊക്കെ വരും, മനസ്സിലായില്ലേ? ഇപ്പൊ പണ്ടത്തെ കാലത്ത് സ്വാഭാവികമായിട്ടും പണ്ടത്തെ കാലത്ത് എൻ്റെ അച്ഛൻ, ഞാനാണെങ്കിൽ വീട്ടില് ഫാനിട്ട് TV ഇട്ടിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അച്ഛൻ ഫാനും TV ഓഫ് ആയിട്ട് പറയും പോയി ഡൈനിങ് ടേബിളിൽ നിന്ന് കഴിക്കടാന്ന് പറയും. അങ്ങനെ പറയും. പിന്നീട് ഞാൻ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് TV കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്കല്ല, ഡൈനിങ് ടേബിൾ പിടിച്ച് ടിവിയുടെ അടുത്തോട്ട്, എന്നിട്ട് ഫാനും TV ഇട്ടിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ പാത്രം അവിടെ തന്നെ വെച്ചിട്ട് കഴുകാതെ അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ പോയി കൈ കഴുകിയിട്ട് ഞാൻ അകത്തേക്ക് കയറി പോകും. TV ഓഫ് ചെയ്യില്ല, ഫാൻ ഓഫ് ചെയ്യില്ല, ആ പാത്രം അവിടെ ഇരുന്ന് ഉണങ്ങത്തില്ലേ, ഉണങ്ങും. അപ്പോ അച്ഛൻ വന്ന് എന്നെ അടിക്കും, നല്ല അടി കിട്ടിയിട്ടുണ്ട്. അടിച്ചിട്ട് അച്ഛൻ പറയും കറണ്ട് ബില്ല് എത്രയാവും എന്ന് എനിക്കറിയാമോ? സ്വാഭാവികമായിട്ട് എനിക്കന്ന് തോന്നിയിട്ടുണ്ട്, കാരണം ഞാൻ കറണ്ട് ബില്ലൊന്നും അടയ്ക്കുന്നില്ല, അച്ഛനല്ലേ അടയ്ക്കുന്നത്. ഇപ്പൊ ഞാനാണ് എന്റെ വീട്ടിൽ കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. ഇപ്പൊ ഞാൻ അച്ഛനോട് പറയും, അപ്പൊ അച്ഛൻ പ്രായമായ സ്ഥിതിക്ക് അച്ഛൻ ബാത്റൂമിലൊക്കെ കയറിയിട്ട് അച്ഛൻ ബാത്റൂമിലെ ലൈറ്റ് അടയ്ക്കാതെ പോകുമ്പോൾ ഞാൻ ചെന്ന് അച്ഛനോട് പറയും, അച്ഛൻ എന്താ കാണിച്ചു വെച്ചേക്കുന്നത്, അച്ഛൻ ലൈറ്റ് അടക്കണ്ടേ? അപ്പൊ അച്ഛൻ എന്നെ നോക്കി ചിരിക്കുന്ന കാണാം. സ്വാഭാവികമായിട്ട് തന്നെ ഞാൻ പറയത്തില്ലേ, കിടക്കുന്നു, ലൈറ്റ് കിടക്കുന്നു, അത് ഓഫ് ചെയ്യണം, കറണ്ട് ബില്ല് വരും. അത് നമ്മൾ ആ ഒരു ലൈനിലേക്ക് വരും, അധ്വാനിക്കുന്നവൻ വരും, ഇല്ലേ? അധ്വാനിക്കാതെ കണ്ടവന്റെ ചോറ് തെണ്ടി തിന്നുന്നവൻ വരില്ല, അത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ളവന്മാരാണ് ഇത്തരത്തിലുള്ള അളപ്പും തുളപ്പും ഒക്കെ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ഗോപി സുന്ദർ എങ്ങനെയോ ജീവിക്കട്ടെ, അതിന് നിങ്ങൾക്ക് എന്താണെന്നുള്ളൊരു ചോദ്യമാണ്. ഗോപി സുന്ദറിനെ പലതവണ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അഭയ ഹിരൺമഴിയെ വിവാഹം കഴിക്കുന്നു, ഉപേക്ഷിച്ചു. പിന്നെ അദ്ദേഹം അത് കഴിഞ്ഞ് അമൃത സുരേഷിനെ വിവാഹം കഴിച്ചു എന്ന് പറയുന്നു, ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം ഓരോ പുതിയ സ്ത്രീകളുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ പാട്ട് പാടാൻ KS ചിത്ര ഉൾപ്പെടെയുള്ള പല സ്ത്രീകളും അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിലെത്തും. അവരുടെ കൂടെ അദ്ദേഹം സ്നേഹാദരവോടുകൂടി ഫോട്ടോ എടുക്കും, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അതിന്റെ താഴെ വരുന്ന കമന്റുകളാണ് ഞാൻ കുറച്ച് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു വേട്ടാവളിയും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ടൈം അല്ലേ എണ്ണ ടൈം, പൂമ്പാറ്റ തേൻകുടി പരാഗണം. കമന്റുകളാണ്. ഒരു അനൂപ്, വേറൊരുത്തൻ ഗോപി അണ്ണന് പറ്റിയ പേര് ശ്രീകൃഷ്ണൻ എന്നാണ്, എൻജോയ് എന്ന് പറഞ്ഞ കമന്റ് അടിച്ചിരിക്കുന്ന. വേറൊരാൾ കമന്റ് ഇട്ടിരിക്കുന്നു, മച്ചാൻ പുതിയ വണ്ടി എടുത്തോ. ഇങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും പ്രാഥമികമായി പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഒരാളുടെ ലൈഫിലോട്ട് നമ്മൾ നമ്മുടെ കണ്ണോടിക്കാൻ പാടില്ല എന്നുള്ളത് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഒരു മൗലിക അവകാശം. സോഷ്യൽ മീഡിയയിൽ അത്തരം മര്യാദകൾ ആരും പാലിക്കാറില്ലല്ലോ. നമ്മൾ കാണുന്ന മിക്ക ആളുകളെയും ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാം. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമേ, ആ സാഹചര്യത്തെ നമ്മൾ അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനായിരുന്നാലും ഇപ്പൊ ഈ പറയുന്ന എന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശപ്പെട്ട ഒരു വീഡിയോ നാളെ ഇറങ്ങി എന്ന് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആഘോഷിക്കപ്പെടില്ലേ? ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടും. അതിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഫേസ് ചെയ്യുക, അത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു വഴി എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താ അറിയോ? അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പബ്ലിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. എപ്പോഴും അത് സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ മൈക്കിൾ ജാക്സൺ ഫാനാണ്. അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് ലൈഫ് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹം, എനിക്ക് തോന്നുന്നു റഷ്യയാണ്, മോസ്കോയിൽ അദ്ദേഹത്തിൻ്റെ വേൾഡ് ടൂറിനായിട്ട്, ഹിസ്റ്ററി വേൾഡ് ടൂറിനായിട്ട് ചെന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഈ അദ്ദേഹത്തിൻ്റെ അധികൃതരുടെയും കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ എല്ലാം കണ്ണ് വെട്ടിച്ച് വേഷം മാറി മുഖത്തൊരു മാസ്കും ഇട്ടുകൊണ്ട് അദ്ദേഹം മോസ്കോ നഗരത്തിലൂടെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇറങ്ങി നടന്നു. ആ നഗരം തന്നെ സ്തംഭിച്ചു പോയി. മൈക്കിൾ ജാക്സനെ കാണാനില്ല. അദ്ദേഹം മരിച്ചപ്പോൾ ഗൂഗിൾ സ്തംഭിച്ചു പോയത് അറിയാലോ, മൊത്തം ഗൂഗിൾ ക്രാഷ് ആയി പോയി. ആ നഗരം വരെ സ്തംഭിച്ചു പോയി. അതേസമയം അദ്ദേഹം കുറച്ച് നേരത്തേക്ക് ഒരു പ്രാണവായു കിട്ടാനായിട്ട് അദ്ദേഹം മോസ്കോ നഗരത്തിലൂടെ ഇറങ്ങി നടക്കുകയായിരുന്നു. അദ്ദേഹം അങ്ങനെ ഇറങ്ങി നടന്ന് അവസാനം അദ്ദേഹം തിരിച്ചെത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം സ്ട്രേഞ്ചർ ഇൻ മോസ്കോ എന്ന് പറയുന്ന പാട്ട് എഴുതുന്നത്. അത് ഒരു കലാകാരനാണ്. ആ സ്ട്രേഞ്ചർ ഇൻ മോസ്കോ എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹത്തിന്റെ തൂലികയിൽ പിറക്കുന്നത് അങ്ങനെയാണ്. ഐ വാസ് വണ്ടറിങ് ഇൻ ദ റെയിൻ എന്നാണ് അത് തുടങ്ങുന്നത്. ഞാൻ മഴയത്തൊറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പാട്ട് എഴുതുന്നത് അദ്ദേഹം. അതാണ് പറയുന്നത്, ഈ പ്രൈവറ്റ് ലൈഫ് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സാധ്യമല്ല, ആരായാലും സാധ്യമല്ല. പക്ഷേ അത് ഒരു ശാപമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് മനസ്സിലാക്കി എന്ത് ചെയ്യണം, ആ വ്യക്തി കുറച്ചുകൂടെ
എന്താണ് അവർക്ക് സ്വകാര്യത ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം. കാരണം ജനങ്ങളെ നമുക്ക് പറഞ്ഞു തിരുത്താനായിട്ട് പറ്റില്ല. ചേഞ്ച് യുവർ സെൽഫ്, ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് ചേഞ്ചിങ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ലോകം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ നമ്മൾ അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലോകം ചേഞ്ച് ചെയ്യുന്നതിന്റെ നമ്മുടെ പാർട്ട് നമ്മൾ നിർവഹിച്ചു, ഒരു പശ്ചാത്താപവും വേണ്ട. മതി. ഇല്ല ജോണേട്ടൻ ഞാൻ പറയട്ടെ, ജോണേട്ടൻ ഇപ്പോ നമ്മൾ ആമയിഴഞ്ചാം തോട്ടിൽ വേസ്റ്റ് വലിച്ചെറിയുന്നു, ജോണേട്ടൻ ആത്മരോഷം വരില്ലേ? എന്തുകൊണ്ടാണ് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ചെയ്യാൻ പറ്റും. ജോണേട്ടൻ വലിച്ചെറിയാതിരുന്നാൽ മതി. ജോണേട്ടന്റെ ആ ഒരു ചേഞ്ച്, ആ ലോകം മാറ്റിമറിക്കാനുള്ള ഒരു ചേഞ്ചിൽ ജോണേട്ടന്റെ പാർട്ട് ജോണേട്ടൻ നിർവഹിച്ചു കഴിഞ്ഞു. അതുപോലെ ഗോപി സുന്ദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആക്രമിക്കുക എന്ന് പറയുന്നതിന് കുറേ ആൾക്കാരുണ്ട്. അവർക്ക് പ്രധാനമായിട്ടും കുറേ ഫേക്ക് അക്കൗണ്ടുകളും മറ്റും ഒക്കെയാണ് ഗോപി സുന്ദറെ ആക്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാതിരിക്കുക എന്നുള്ളത് സാമാന്യമായിട്ടുള്ള ഒരു മര്യാദയാണ്, ഒരു പൗരബോധമാണ്, നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ പറയുന്നത് പോലെ. പക്ഷേ അത് നമ്മൾ ഇതുവരെ പ്രബുദ്ധരാണെന്ന് പറഞ്ഞിട്ടും ഇതുവരെ പഠിച്ചിട്ടില്ല. ഒരു പാർക്കിൽ ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ പോലും അവരെന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാനായിട്ട് ആ സൈഡിൽ കൂടെ കറങ്ങി, ഈ സൈഡിൽ കൂടെ കറങ്ങി, മറ്റേ സൈഡിൽ കൂടെ കറങ്ങി നടക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം. ഗോപി സുന്ദർ മാത്രമല്ല, ആരെയും നമ്മൾ അവരുടെ സ്വകാര്യതയിലേക്ക് കയറി അറ്റാക്ക് ചെയ്യാൻ പക്ഷേ ഇതിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമുക്ക് രണ്ട് ആസ്പെക്ട് കൂടെ ഉണ്ട്. സ്വകാര്യതയിലേക്ക് ഒരാളുടെ കയറി കടന്നുകൂടാൻ പാടില്ല എന്ന് പറയുമ്പോഴും അവിഹിതം ഇതിൽ എക്സെപ്ഷൻ ആണ് കേട്ടോ, 100%. എന്റെ സ്വകാര്യതയിലേക്ക് നീ കടന്നു വരരുതെന്ന് പറഞ്ഞത് ഒരു ഭാര്യയെ ഭർത്താവ് വഞ്ചിക്കുകയാണെങ്കിൽ അത് ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയിൽ ക്രിമിനൽ കുറ്റമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം സ്വകാര്യതയാണ് തേങ്ങാക്കൊലയാണെന്നൊന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ കുറ്റമാണ്. നീ അവിഹിതത്തിന് പോകണമെങ്കിൽ നീ ജയിലിൽ കിടന്നു, അത് ഭാര്യയായാലും ശരി ഭർത്താവായിരുന്നാലും ശരി. എന്റെ സ്വകാര്യതയിലേക്ക് നീ കടന്നു വരരുത് എന്ന് പറഞ്ഞ് സ്വന്തം പെങ്ങള് ഇത് എന്താണ് ഒരു ഇതുപോലുള്ള ഇൻസ്റ്റാഗ്രാം ചതിക്കുഴികളിൽ പെടുകയാണെങ്കിൽ നമ്മൾ ഇടപെട്ടേ പറ്റൂ. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അത് സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും കൂടെ ആയിട്ടാണ് പറയുന്നത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ സ്ത്രീകൾക്കും പറ്റും, അവർക്കും അത് തിരിച്ച് സഹായിക്കാം, ഇവർക്കും തിരിച്ച്. അത് എക്സെപ്ഷൻ ആണ്. എന്ത് പറഞ്ഞാലും എക്സെപ്ഷൻ ഉണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഞാൻ കാണുന്നില്ല. ഇത് വെറും പക്ക സദാചാരം. നമ്മുടെ മലയാളത്തിൽ ഒരു വാക്ക് പറയും, അത് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല, അത് പറഞ്ഞുകൊണ്ട് നിർത്താം.